ഇവിടെ നമ്മൾ മറ്റൊരു സ്പോട്ടിലേക്ക് ഓൺ ദ വേ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കുറച്ച് ബുദ്ധന്റെ പ്രതിമയുടെ ടെമ്പിളാണ്, പഗോഡ, ബുദ്ധന്റെ ടെമ്പിളാണ് കേട്ടോ. ഇതേ ഒരു അമ്മച്ചി ഉണ്ടോ, ഒരു അമ്മച്ചി ചെറിയ കച്ചവടം നടത്തുന്നുണ്ടോ. എല്ലാവരും ഇവിടെ ഇതുപോലെ ഗ്രില്ല് ചെയ്തിട്ട് ചെയ്യുന്ന പരിപാടികൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അതല്ലേ കണ്ട നമ്മുടെ വാഴയിൽ പൊതിഞ്ഞിരിക്കുന്ന പോലെ ഒരു പലഹാരം കണ്ടോ, എന്തുകൊണ്ടുണ്ടാക്കിയെന്നല്ല, പുട്ട് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കൊള്ളാം. ഈ വണ്ടി കണ്ടോ, ചെറിയൊരു വണ്ടിയാണ്. അപ്പൊ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ടൂറിസ്റ്റ് വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ട് ഇവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി കേട്ടോ. അതെല്ലാം വണ്ടികളിവിടെ നിർത്തിയേക്കാണ്. എൻ്റെ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ടൂറിസ്റ്റുകളുടെ ഒരു വിസിറ്റിംഗ് പ്ലേസ് ആയതുകൊണ്ട് ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മളൊരു ബുദ്ധ ക്ഷേത്രം ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ബുദ്ധക്ഷേത്രമാണ് ഇവിടെ, നല്ല മനോഹരമായിട്ടുണ്ട്. ഇവിടെ ഒന്ന് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഗൈഡ് വേണ്ട ഇൻസ്ട്രക്ഷനൊക്കെ ഇവിടെ തരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും ഇതിൻ്റെ ചെറിയ ഹിസ്റ്ററിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇവിടെ മനോഹരമായിട്ടുള്ളൊരു കുളം കണ്ടോ. ഇതൊക്കെ കണ്ടത് ആ സ്റ്റാച്ചു ഒരുപാട് ബുദ്ധപ്രതിമകളല്ല, ഈ ബുദ്ധപ്രതിമയ്ക്ക് മുന്നിൽ നിരവധിയായിട്ട് നിലനിൽക്കുന്ന ശിഷ്യന്മാരുടെ പ്രതിമകളാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ ബുദ്ധക്ഷേത്രത്തിൻ്റെ അകത്ത് ഞങ്ങൾ പ്രവേശിച്ചിട്ടോ. വളരെ മനോഹരമായിട്ടുള്ള കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ ബുദ്ധക്ഷേത്രം എന്ന് പറയുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഇതിനകത്ത് നമുക്കിവിടെ പ്രവേശിക്കാം കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇതാ ഒരുപാട് തരത്തിലുള്ള പ്രതിമകളും ഒക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. കൊത്തുപണികൾ കൊണ്ട് സമ്പുഷ്ടമാണ് കേട്ടോ. വളരെ അതിൻ്റെ ഒരു പൈതൃകം തന്നെ, ഈ വിയറ്റ്നാമിൻ്റെ ഒരു പൈതൃകം തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ക്ഷേത്ര മാതൃകകൾ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അകത്ത് വന്നു കഴിയുമ്പോൾ ഇവിടെ പൂജയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ബുദ്ധ പുരോഹിതന്മാർ തന്നെ ഇവിടെ പൂജയൊക്കെ നടത്തുന്നത് നമുക്ക് കാണാം. അവർ നടത്തുന്ന പൂജയൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ. പ്രത്യേക രീതിയിൽ ഒരു ശബ്ദം ഉണ്ടാക്കുന്നൊരു ബെല്ലുണ്ട് ഇവിടെ. അത് വളരെ മനോഹരമാണ്, നമുക്ക് വളരെ കൗതുകരമാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പൂജ നമുക്കിപ്പോൾ കാണാം. ഇവിടെ വെച്ചിരുന്നൊരു ബെല്ല് ഇസു എടുത്ത് ഒന്ന് അടിച്ചിട്ട് അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ അവരോട് സോറി പറഞ്ഞു. അങ്ങനെ ഇതാ പൂജ ആരംഭിക്കാൻ പോവുകയാണ് കേട്ടോ. അവിടുത്തെ പുരോഹിതരൊക്കെ വന്നിട്ടുണ്ട്. അവരോടൊപ്പം നമ്മൾ ഫോട്ടോ എടുക്കാനും നമ്മൾ മറന്നില്ല കേട്ടോ. Với hương đình hương dự huệ hương giải thoát tri kiến hương vàng minh vân đại biện pháp với cung dường thập phương tam bảo tiền. Nam mô Hương Phật. അങ്ങനെ ഇവിടുത്തെ ഈ ഒരു ടെമ്പിളും കണ്ടു. ഡയാന കാണാൻ പറ്റില്ല, ഇപ്പം നെറ്റ് കിട്ടൂല. ഞങ്ങളിങ്ങനെ ഒരു മരത്തണലിലിരിക്കുകയാണ് കേട്ടോ. മരത്തണൽ നല്ല രസമാണ്. ഇവിടെ ഇത്തിരി നല്ല വെയിലുണ്ടെങ്കിലും കണ്ടോ, മരം കണ്ടോ, പടർന്ന് പന്തലിച്ചിരിക്കുന്ന മരമാണ് കേട്ടോ.
ബുദ്ധൻ്റെ ടെമ്പിളിൽ നല്ല പീസ് ഓഫ് മൈൻഡായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. എന്താ ബുദ്ധൻ്റെ വലിയ കൂറ്റൻ പ്രതിമ ഉണ്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ, നല്ല ഹൈറ്റിലാണ്. നമ്മളിവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് യാത്രയായിട്ട് വീണ്ടും ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിട്ട് അവിടുന്ന് ഒരു ബോട്ട് റൈഡ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയാണ് പരിപാടി. അങ്ങനെ ഞങ്ങൾ അതിനിടയ്ക്ക് ഒരു ഫോട്ടോ കൂടി എടുത്തു. എല്ലാവരും കൂടി എന്നിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വെച്ചു. ഫോട്ടോ കൂടി എടുത്തു. ഇതാ കണ്ടോ, ഇറാൻകാരി ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടി ചേർന്ന് ഒരു ക്ലിക്ക്. അതിനുശേഷം നമ്മൾ ആ പുറത്തേക്ക് കടന്നു. ഇവിടുന്നാണ് നമ്മൾ ബോട്ട് റൈഡിലേക്ക് പോകാനുള്ള എൻട്രൻസ് ഇവിടുന്നാണ് തുടങ്ങുന്നത്. നമ്മളിവിടെ ഒരു ബോട്ട് റൈഡിന് വന്നേക്കാം കേട്ടോ. മെക്കോൺ ഡെൽറ്റ യാത്രയ്ക്കിടയ്ക്ക് അതിനൊരു ആക്ടിവിറ്റിയാണ് ബോട്ട് റൈഡ്. ഇതുണ്ട്, ഇവിടെ വലിയ ഷിപ്പ് കിടക്കുന്നുണ്ട്, ക്രൂസ് ഷിപ്പ് കിടക്കുന്നുണ്ട്, ബോട്ടുണ്ട്. നമ്മൾ ബോട്ടിലാണ് പോകുന്നത്. ഓ, നമുക്ക് പാർക്കിൽ കളിക്കാം കേട്ടോ. ഇതേ അപ്പം പറഞ്ഞില്ലേ വെള്ളത്തിൽ കളിക്കാം, ബോട്ടിൽ. നല്ല വെയിലാണ് കേട്ടോ. വെയിലത്ത് ഞങ്ങളെല്ലാവരും നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബോട്ടിലേക്ക് വേണ്ടി പോവുകയാണ്, ബോട്ടിൽ കയറാനായിട്ട്. ഇവിടുന്ന് ബോട്ട് കയറിയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് പോയിട്ട് വേണം. അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കേട്ടോ. ആ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് പോകാം. അപ്പോൾ നമ്മുടെ ബോട്ട് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞങ്ങളൊരു ഫോട്ടോ എടുത്തു എല്ലാവരും കൂടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ബോട്ടിലേക്ക് കയറിയിട്ടത്. ഇതാണ് നമ്മുടെ ബോട്ട്. അങ്ങനെ പതുക്കെ ബോട്ടിലേക്ക് കയറി. ഇത് മെക്കോൺ ഡെൽറ്റയ്ക്ക് പോകുന്ന മെക്കോൺ ഡെൽറ്റ റിവറാണ് കേട്ടോ. ഇതാണ് സ്രാങ്ക്. ഞങ്ങളുടെ സീറ്റ് ഈ സൈഡിൽ തന്നെ പിടിക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് സൈഡിൽ ഇരുന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ സൗകര്യമായിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് ഇവിടെ തന്നെയാണ് കൂടാമെന്ന് വെച്ചു. ഈ സീറ്റിൽ ഇരിക്കാം. ഇത് കണ്ടോ, വെള്ളം നല്ല കലങ്ങി കിടക്കാനുണ്ടോ. ഇത് അങ്ങനെ നമ്മൾ ബോട്ട് യാത്ര പതുക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇവിടുന്ന് നമ്മൾ തുടങ്ങുന്നത്. ഇതാ കണ്ടോ, നല്ല കലങ്ങിയ വെള്ളത്തിലൂടെ നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടി മാത്രമുള്ളൊരു ബോട്ടാണ് കേട്ടോ. ഇതിൽ നമ്മുടെ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. എല്ലാം വിദേശികളാണ് നമ്മുടെ കൂടെ ഉള്ളവർ. ഇന്ത്യക്കാരായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ നല്ല സൗകര്യമുണ്ടോ, നീളത്തിലാണ് ഈ ബോട്ടുള്ളത്. നല്ല സുഖകരമായ കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ബോട്ടിലൂടെ നമുക്ക് പോകാം. അങ്ങനെ അപ്പുറത്ത് ചെന്നിട്ട് അക്കരെ ചെന്നിട്ട് അവിടെ നമുക്ക് കുറച്ച് ഗ്രാമക്കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ഇവിടുത്തെ ഗൈഡ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബോട്ട് അപ്പുറത്ത് എത്തിക്കഴിയുമ്പോൾ നമുക്ക് അവിടുന്ന് ഗ്രാമക്കാഴ്ചകൾ അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ചെന്നതിന് ശേഷം നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ നമ്മുടെ ബോട്ട് ഇക്കരെ എത്താറായിട്ടോ. ഉടനെ ഇവിടെ എത്തും. എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തി നമ്മളിവിടെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് കുറച്ച് ഗ്രാമക്കാഴ്ചകളും ഇവിടുത്തെ ലോക്കൽ ആളുകളുടെ ചില ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കണ്ട് മനസ്സിലാക്കാനുള്ള ഒരവസരമാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ നമ്മുടെ ഇവിടെ ഇരിപ്പിടം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് നമ്മൾ വന്നു. ഇവിടെ വന്നിരുന്നിട്ട് ഇവിടെ നമുക്ക് ഇവിടുത്തെ ലോക്കലായിട്ട് ഉണ്ടാക്കുന്ന തേൻ്റെ ചില ഐറ്റംസ്, തേൻ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചായ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ആസ്വദിക്കാം. ഇവിടുത്തെ തേൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണെന്നാണ് പറയുന്നത്. ഇവിടുത്തെ തേനും തേൻ്റെ ചില ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ഇവിടെ ലോക്കലായിട്ടുള്ള ആളുകളുടെ ഒരു സംഗീത വിരുന്നും അതുപോലെ ഇവിടുത്തെ ചില ഫ്രൂട്ട്സും ഒക്കെ കഴിക്കാനായിട്ടൊക്കെ നമുക്കിവിടെ അവസരം ഒരുക്കിയിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ. അങ്ങനെ ഇവിടുത്തെ ചെറുനാരങ്ങയുണ്ട്, വളരെ ചെറുതാണ് ഇവിടുത്തെ ചെറുനാരങ്ങ കേട്ടോ. ഈ ചെറുനാരങ്ങ മുറിച്ച്
തേനും മിക്സ് ചെയ്തിട്ടൊക്കെ നമുക്ക് തരുന്നത്, ഒരു ചായ ആയിട്ട് തരുന്നത്. ഇവിടുത്തെ ഒരു പലഹാരം നമുക്ക് കഴിക്കാനായിട്ട് തന്നിട്ടുണ്ട്. അതെന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്, വളരെ ക്രിസ്പിയാണ്. ഇതാ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റ് പോലുള്ളൊരു ഏരിയ ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടുത്തെ ലേഡി നമുക്ക് ഇതാ ചെറുനാരങ്ങ മുറിച്ച് തേനും ചേർത്തിട്ട് ഇവിടുത്തെ ലോക്കലായിട്ട് ഒരു ചായ ഉണ്ട്, ആ ചായയിൽ മിക്സ് ചെയ്താണ് തരുന്നത്. അപ്പോൾ ആ ചായയുടെ രുചി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ ഈ തേനും നമുക്ക് കഴിക്കാനായിട്ട് ഇവിടെ തരും കേട്ടോ, ചെറിയ സ്പൂണിലായിട്ട് നമുക്ക് തരുന്നുണ്ട്. ഈ ചായ എന്ന് പറയുന്നത് ഒരു പ്രത്യേക രുചിയാണ് അതിനുള്ളത്. ഇത് കണ്ടോ, അതുപോലെ ഒരു പലഹാരം നമുക്ക് തന്നിട്ടില്ല, അതെന്താണെന്ന് അറിയില്ല കേട്ടോ, എന്താ ഐറ്റം ആണെന്ന് അറിയില്ല. എന്തായാലും അത് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുമുണ്ട്. അങ്ങനെ നമ്മുടെ ഇറാൻകാരി ചേച്ചിക്ക് ഈ പലഹാരം വളരെ ഇഷ്ടപ്പെട്ടിട്ടാണ്, പുള്ളിക്കാർ വീണ്ടും എടുത്ത് കഴിക്കുന്നുണ്ടായി. നമുക്ക് തന്ന ചായ റെഡിയാണ്. നാരങ്ങയും തേനൊക്കെ ചേർത്ത ചായ ഞാൻ 2 വലിക്കത് തീർത്തു. അതുപോലെ ഇവിടുത്തെ ഉണ്ടാക്കുന്ന തേനീച്ചപ്പെട്ടിയിൽ നിന്ന് എടുത്ത് ഞാനും ഇസും ട്രൈ ചെയ്തു. അതുപോലെ ഇത് അടുത്ത ഏരിയയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഇവിടുത്തെ ലോക്കലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഫ്രൂട്ട്സൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ വേറൊരു പ്രത്യേക ലോക്കൽ ചായ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, അത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഇവിടുത്തെ ഒരു സംഗീത വിരുന്നുണ്ട്, ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ഗായികമാരുടെ ഒരു സംഗീത വിരുന്നുണ്ട്, അത് നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ബംബ്ലൂസ് നാരങ്ങ പോലത്തെ നാരങ്ങയുണ്ട്, പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, പിന്നെ എന്താ പറയുക വാട്ടർമെലൺ ഉണ്ട്. വാട്ടർമെലനൊക്കെ നമുക്ക് ഇവിടുത്തെ ഒരു മുളക് പൊടിയും ഉപ്പും ചേർത്ത് കഴിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നന്ദതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ, ഞാനപ്പോൾ വീഡിയോ എടുക്കേണ്ട തിരക്കിലായിരുന്നു. അങ്ങനെ ഞാൻ അതെല്ലാം നമ്മളിങ്ങനെ വീഡിയോയിലേക്ക് ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരുന്നു. ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ഗായികമാർ പാട്ട് പാടാനായിട്ട് റെഡി ആയിട്ടുണ്ട്, ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ്. അത് നമുക്കൊന്ന് കേട്ട് നോക്കാം, അടിപൊളിയാണ്. Yêu tình yêu thắm duyên mặn nồng, yêu tình yêu thắm duyên mặn nồng. Ai có tình duyên xung và mỹ thuận, ai đi hậu giang đến Bắc Tân Thang. Đi về bên hai hay đi về Kiên Giang, đi về xa đây hay là về An Giang. Miền Tây ơi gió lúa miền Nam hai mùa mưa nắng ơi ơi ơi. Miền Tây ơi sông đất ơi đông thiên nhanh phù sa không nghiêng nghe. Quanh những áo đất khuya làm rè, quanh những áo đất khuya làm rè. Ai đi vì xa nhau về quê nhà, ngắm con đồ xưa bên núi miền Tây. Tiếng cười giọng nói trong có tình thân thương, có câu hát ghi dành cha quê hương. Ai đi vì có câu hát ghi dành cha quê hương. Dạ xin cảm ơn thầy. Xin đất của nhà này còn hộ trong